T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലെവണിൽ പോലും ഉണ്ടാകുമെന്ന് സംശയിച്ച ഒരാൾ ഇന്ത്യ സെമി ഫൈനലിൽ എത്തിക്കുന്നു. അതെ, ഇത് സഞ്ജുവിൻ്റെ കഥയാണ്. അതെ, ഇത് വല്ലാത്തൊരു കഥയാണ്. എന്താ ഇന്നിങ്സ്, എന്താ ക്ലാസ്! ശരിക്കും മത്സരം തീരുന്നിടം വരെ സഞ്ജു കിടിലനായിട്ട് കളിച്ചു. അതും അൺബീറ്റൻ 97 റൺസ്. ഈ ഒരു മത്സരത്തിൽ ഇന്ത്യ സെമി ഫൈനലിൽ കടന്നത് ക്രൂഷ്യലായിട്ടൊരു റോള് ഇവിടെ സഞ്ജു വഹിച്ചിട്ടുണ്ട്. എന്തായാലും ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരുമെന്ന് പറയുന്നത് ഭയങ്കര ശരിയാണ്. കിടിലൻ ഇന്നിങ്സ് ആയിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബോളേഴ്സിൻ്റെ എക്കോണമി എല്ലാം ഭയങ്കര ഹൈ ആയിപ്പോയി. അതോടൊപ്പം തന്നെ നമ്മുടെ ഫീൽഡിംഗ് സൈഡിൽ വളരെ പതറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സാധാരണ കാണുന്ന ഇന്ത്യൻ ഫീൽഡിംഗ് സൈഡ് ആയിരുന്നില്ല. പക്ഷേ ഈ ഒരു സ്കോർ എത്ര മനോഹരമായിട്ടാണ് സഞ്ജു അവിടെ ചേസ് ചെയ്തത്. ഒരു സൈഡിൽ നിന്ന് വിക്കറ്റുകൾ പൊക്കോണ്ടിരിക്കുമ്പോഴും അടി പതറാതെ മികച്ച രീതിയിൽ ബൗണ്ടറീസ് കണ്ടെത്തി കിടിലൻ ഇന്നിങ്സ്. ആ സമയത്ത് ഹാർദിക് പാണ്ഡ്യ വന്നിട്ട് കുറച്ച് ബോളുകൾ കളിച്ച് ആളുടെ വിക്കറ്റ് പോയപ്പോൾ ഞാനൊന്ന് പേടിച്ചു. പക്ഷേ ദുബൈ കറക്റ്റായിട്ട് വന്നിട്ട് കുറച്ച് ബൗണ്ടറീസ് സ്കോർ ചെയ്ത് ആ ഒരു സ്കോർ കുറച്ചും താഴേക്ക് കൊണ്ടുവന്നു. ആൻഡ് സഞ്ജുവിൻ്റെ കിടിലൻ ഫിനിഷ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇന്നിങ്സ് ആയിരുന്നു സഞ്ജു കളിച്ചിട്ടുണ്ടായിരുന്നത്. സെഞ്ചുറി അടിച്ചിട്ടില്ലെങ്കിലും എന്തായാലും ഇന്ത്യ അങ്ങനെ സെമി ഫൈനലിൽ കിടക്കുകയാണ്. സന്തോഷം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയേണ്ടതറിയില്ല. അമ്മാതിരി ഇന്നിങ്സ്.